സാർ, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ സ്മാർട്ട് ഫോണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊക്കെ വന്നതോടുകൂടി അറിവ് സമ്പാദിക്കാൻ ഒരുപാട് വഴികളുണ്ട്. പഴയ കാലം പോലല്ല. എങ്കിലും പുതിയ തലമുറ നേരിടുന്ന ഭയങ്കരമായ സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾ വലുതാണ്. അവരോടൊരു ഒരു ഒരു മുത്തശ്ശൻ എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കുട്ടികൾ വലിയ തോതിൽ വിവരങ്ങൾ അവരുടെ വിരൽത്തുമ്പിൽ കിടക്കുകയാണ്. ഒന്ന്, കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാങ്കേതിക കാര്യങ്ങളാണ് ചെയ്തു തുടങ്ങുന്നത്. ഈ ഫോണും മറ്റും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫോണും മറ്റും വെച്ചുകൊണ്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. പക്ഷെ അതിൽ ആ ലോകം വളരെ വലുതാണ്. എന്നാൽ അതിനകത്തുള്ള ചതിക്കുഴികളുണ്ട്. ആ ചതിക്കുഴികൾ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അതിന് ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് എല്ലാ വഴിയും തിരിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഒന്നും അച്ഛനമ്മമാരിൽ നിന്നും മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്വകാര്യമായിട്ട് ചെയ്യാതിരിക്കുക. താൻ കാണുന്നത് സ്വകാര്യമായിട്ട് കാണണം എന്ന നിർബന്ധമില്ലാതിരിക്കുക. അമ്മയോ അച്ഛനോ കാണുന്നതിന് ഒരു തടസ്സമില്ലാതിരിക്കുക. അങ്ങനെയൊരു നില വന്നാൽ കുട്ടിക്ക് തന്നെ എന്താണ് കാണാവുന്നത് കാണാത്തത് എന്നതിനെ പറ്റിയൊരു ധാരണയുണ്ടാക്കാൻ ഇടയാകും. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ അത് മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നൊരു നില ചെറുപ്രായത്തിൽ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം അങ്ങേ കാണാൻ വരുന്നവരെ സ്വീകരിക്കുന്നതിലും അവർക്ക് ഭക്ഷണം നൽകുന്നതിലും അങ്ങ് കാട്ടുന്ന വലിയ ആതിഥേയ മര്യാദ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് മാതൃകയാക്കാൻ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശീലം അമ്മയിൽ നിന്നാണോ കിട്ടിയത്, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണോ കിട്ടിയത്? അത് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കണം അത് കിട്ടിയത്. കാരണം ഞങ്ങൾ കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ചില സുഹൃത്തുക്കളോട് കൂടി വീട്ടിൽ ചെന്നാൽ വലിയ തോതിൽ സൗകര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത് വെച്ച് പെട്ടെന്ന് തന്നെ അമ്മ അവർക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കും, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്. അങ്ങനെയൊരു രീതി ചെറുപ്പത്തിലേ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാമെന്നാണ് തോന്നുന്നു. അങ്ങേക്ക് പാചകം ഇഷ്ടമാണോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങ് അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? പാചകം ഒരു കലയാണ്. ആ കലയിൽ ഞാൻ അത്ര വിദഗ്ധനല്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു. നേരത്തെ ചായ കുടിക്കുന്ന കാലത്ത് അത് ശീലിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇല്ല, ഒന്നിലേക്ക് കടക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണം എന്താണ്? ഞാൻ സാധാരണ പിന്നെ ഏത് ഭക്ഷണവും കഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് ചില നിയന്ത്രണങ്ങൾ ഞാൻ തന്നെ വെക്കാറുണ്ട്. ഇന്ന് ചിലതേ കഴിക്കൂ, ചിലത് കഴിക്കില്ല എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഒരു ഭക്ഷണത്തോടും അപ്രിയമില്ല, ഒന്നും മാറ്റി നിർത്താറില്ല. എല്ലാം കഴിക്കുന്ന ഒരു കൂട്ടക്കാരനാണ് ഞാൻ. ചിലപ്പോൾ ഭാര്യ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഭക്ഷണത്തോടായിരിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടോ? എനിക്ക് തീർച്ചയായും അതാണ്. വീട്ടിലെ ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും താല്പര്യം. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലെ ഭക്ഷണത്തെ പറ്റി താരതമ്യപ്പെടുത്തി പോകും. അതെപ്പോഴും എനിക്ക് താല്പര്യം വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. അമ്മയെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സംസാരിക്കും. ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചെറിയ സംസാരത്തിലൊരു വ്യത്യാസം പോലെ തോന്നി. അത് അമ്മയുടെ പിന്നെ ആരോഗ്യസ്ഥിതി പറയുമായിരുന്നു. നല്ല അവശതയുണ്ടായിരുന്നു അപ്പോൾ. മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കാലത്ത് ചടയം ഗോവിന്ദനാണ് സെക്രട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ അവിടെ എത്തി. വീട്ടിലെത്തി. അപ്പോൾ അമ്മ അവിടെ കിടന്നിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിരുത്തി എൻ്റെ ദേഹത്തിങ്ങനെ ചാരിയിരുന്ന് ലേശം വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചു. അവിടെ കഴിഞ്ഞു. വേണ്ടി അതെ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം അമ്മ ഏത് നിമിഷവും മരണപ്പെടുമെന്നൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ ഞാനും വൈഫും മാത്രമേ ആ സമയത്തുള്ളൂ, മറ്റാരുമില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആളോട് പറയണമല്ലോ. പുറത്തിറങ്ങി ഒരാൾ മുമ്പിൽ വന്ന് വിട്ടു, ഒരു നാണു എന്ന് പറയുന്നയാൾ. പക്ഷെ ഒരക്ഷരം വാക്കിങ്ങോട്ട് വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല.
അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതങ്ങനെയൊരു ബന്ധമായിരുന്നു. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് അങ്ങനെ രാമായണം കേൾക്കുന്നത്. അങ്ങക്ക് ഭൂത പ്രേത പിശാചുക്കളൊക്കെ പേടിയായിരുന്ന സമയത്ത് അങ്ങനെയല്ലേ കുട്ടികൾ? ഭയങ്കര പേടിയായിരുന്നു, ചെറിയ പേടിയല്ല. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അങ്ങക്ക് ഒരു ആന്തരികമായ ഒരു ആത്മീയ വശം ഉണ്ടായിട്ടുണ്ടോ? ഈ നേരത്തെ പറഞ്ഞു, എന്നാലും ഒരു സന്യാസം എന്ന് പറഞ്ഞ പോലെ അങ്ങക്ക് ഒരു ആന്തരികമായ ഒരു ആത്മീയ വശമുണ്ടെന്ന് വളരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇതിനെപ്പറ്റി പറയാറ് സാധാരണ നിസ്സാരമായുള്ള സംസാര സാഗരം എന്നാണ്. അതെ. അപ്പൊ അങ്ങനെയൊരു തോന്നലാണ് ആ ചെറുപ്പകാലത്ത് എനിക്ക് ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആ സ്വാധീനം എന്നിലുണ്ടാവും തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഭൂതപ്രേത പിശാചുക്കളെ പറ്റി ഭയങ്കര വിശ്വാസമായിരുന്നു. ആ സമയത്ത് ലൈറ്റോ അങ്ങനെയൊന്നും അധികം ലൈറ്റ് ഇല്ലല്ലോ. പിന്നെ എൻ്റെ വീട്ടില് ഇലക്ട്രിസിറ്റി വരുന്നത് തന്നെ പിന്നെ ഞാൻ MLA ആയിരിക്കും പോലും ഇല്ല. അങ്ങനെ ഒരു കാലമാണത്. അങ്ങനെ ഒരു അവസ്ഥയാണ്. രാത്രി ആയാൽ പിന്നെ ഇരുടല്ലേ എല്ലാ സ്ഥലത്തും. അപ്പൊ എവിടെയും ഏത് ഭൂതവും പ്രേതവും പ്രത്യക്ഷപ്പെടാം. അതൊക്കെ പിന്നെ ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വളരുകയല്ലേ, അതനുസരിച്ച് മാനസിക വളർച്ചയും വരികയല്ലേ. അത് പിന്നെ ഞാൻ തന്നെ മാറ്റിയെടുത്തതാണ് ബോധപൂർവ്വം. അങ്ങനെ ഈ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്താണ്? അത് ഒരു ദിവസത്തെ യാത്രയാണോ, അതോ ഒരുമിച്ചിരുന്ന് തീൻമേശയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണോ? ഏറ്റവും പ്രധാനം തീൻമേശയിലെ ഭക്ഷണമാണ്. കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആരൊക്കെയുണ്ടോ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആ ഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരും ഒന്നിച്ചാണ് ഇരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയാണ് എപ്പോഴും സ്വീകരിക്കാറ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല സമയം. എപ്പോഴും ഭക്ഷണം എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഉള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പൊ ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇപ്പൊ പാടുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പാടാം അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. സാറിന്റെ പിന്നെ മക്കളോ പേരക്കുട്ടിയോ അങ്ങയോട് പറയുന്നൊരു സൂപ്പർ ഹീറോ കഥകളൊക്കെ ഉണ്ടോ? അങ്ങനെ ഒന്ന് പറയാറുണ്ടോ? ചെറിയ കുട്ടിയായിരിക്കുമ്പം പേരക്കുട്ടിക്ക് വലിയ ഹീറോകളെ പറ്റി വലിയ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ പറ്റി പറയുന്നത്. അങ്ങോട്ട് വന്ന് സംസാരിക്കും. അതെ. ഈ ഒഴിവുവേളകളില്ല അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുകയാണ്, വീണ് കിട്ടിയ ഒഴിവുവേളകളിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? അല്ല, ഒഴിവുവേള ഉണ്ടെങ്കിൽ വായന നല്ല ഇഷ്ടമാണ്. പിന്നെ ചില ഘട്ടത്തിൽ പിന്നെ ടി വിയിൽ ഇപ്പോൾ സിനിമയൊക്കെ വരുന്നുണ്ടല്ലോ, ചില ഘട്ടത്തിൽ അത് കാണും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാറുണ്ട്? അങ്ങനത്തെ മറക്കാനാവാത്ത യാത്രകളുണ്ടോ? യാത്ര എനിക്കിഷ്ടമാണ്, യാത്ര ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര, ഒരു മറക്കാനാവാത്ത യാത്ര എന്ന് പറയുന്നത് എൻ്റെ സിംഗപ്പൂർ യാത്രയാണ്. ഞാനും വൈഫും മകളും എല്ലാം കൂടി പിന്നെ ഒരു യാത്ര നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് കഴിഞ്ഞപ്പോഴാണ്, നമ്മുടെ വൈദ്യുതി മന്ത്രി സ്ഥാനം പോയപ്പോഴാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്തുള്ള യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഉണ്ട്. അതെ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇവിടത്തേക്ക് പോകുന്നത്. ഭയങ്കര കഥ അതിനെപ്പറ്റി. ഞാൻ യാത്ര പോകേണ്ട താമസം എന്തോ ആരും ഇതേവരെ യാത്ര ചെയ്യാത്ത പോലെ ഭയങ്കരമായ വാർത്തകൾ വന്നു. പക്ഷേ അത് നല്ല ആസ്വദിച്ച യാത്രയായിരുന്നു. ഈ വാർത്ത വന്നു എന്നുള്ളത് കൊണ്ട് വല്ലാതെ വിഷമമൊന്നും എനിക്ക് അന്നുമില്ല, ഇപ്പോഴും ഇല്ല. അതാണ് അതിൻ്റെ രീതി. ആ യാത്ര നല്ല യാത്രയായിരുന്നു.